ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു മൂവി ഇന്ന് റിലീസാവുന്ന ഒരു മൂവി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കമാണ് ഈ കാണുന്നത് മുഴുവനും. പ്രാവിൻകൂടി ഷാപ്പ് എന്ന് മൂവി റിലീസാവുന്നുണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. വളരെ കഷ്ടപ്പെട്ട് ഒരുങ്ങി കാറിൽ വീട്ടിൽ മര്യാദക്ക് കിടന്ന് ഇറങ്ങിക്കൊണ്ട് നടന്ന് എന്നെ വിളിച്ചോണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നു ചോദിച്ച് വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നിട്ട് പറയുന്നത് ബാക്കി സിനിമ കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഒരുങ്ങി കഴിഞ്ഞ് ബാക്കി വീഡിയോ. ഇവിടുന്ന് വാങ്ങിച്ചു ഐസ്ക്രീം. അയ്യോ വാങ്ങിച്ചോണ്ടാ വെയിലിട്ടാനാവും. ക്രീം ഇട്ടില്ല ഞാൻ. എന്റെ കൊന്നില്ല. ശരി ആയിക്കോട്ടെ. ഏത് ഐസ്ക്രീം ഉണ്ട്? അങ്ങനൊന്നുമില്ല. തരത്തില്ല. തരാല്ല, കഴിക്ക. തരത്തില്ല. ഏതാദ്യം കഴിക്കും? ഇതാദ്യം കഴിക്കും. അപ്പൊ സിനിമ എപ്പോഴാ എന്ന് വിചാരിച്ച് ഞാൻ പോപ്കോൺ വേണ്ടെന്ന് പറയത്തില്ല. റിവ്യൂ പറയണം കേട്ടോ സിനിമ കണ്ടിട്ട്. ഞാൻ പറയത്തില്ല. അവസാനം പടം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കൊള്ളത്തില്ലെന്നും പറയാം. ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. അവസാനം എല്ലാരും ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ഞാനതേ പറയൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓക്കെ അല്ലേ? നമ്മ റിവ്യൂ പറയാം. ഇല്ല ഐസ്ക്രീമില്ല റിവ്യൂ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിയാലും ഐസ്ക്രീം വാങ്ങിച്ചെന്നാ റിവ്യൂ കറക്റ്റായിട്ട് പറയാം. പറഞ്ഞതല്ലേ ഇതൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്യരുത്. സിനിമയ്ക്കകത്ത് രഹസ്യം പറഞ്ഞെന്നും പറഞ്ഞ എല്ലാ ചേട്ടൻ്റെ അടുത്ത് ഞാൻ എല്ലാ കഥ പറഞ്ഞാണ് കൈ പോകും. എന്താണ് ഇഷ്ടപ്പെട്ട? മേക്കിംഗ് ആണോ? സസ്പെൻസ് ഇഷ്ടപ്പെട്ടു. ബേസിലിന്റെ മേക്കിംഗ് ഉണ്ടായിരുന്നു. ബേസിലിന്റെ ഒരു അന്വേഷണ രീതിയൊക്കെ സൗബിൻ നാച്ചുറലായിട്ട് തന്നെ ഒരു തന്നെയല്ലേ അതെങ്ങനെ നല്ലതായിരുന്നു. ഓവറോൾ ഇഷ്ടപ്പെട്ടു. ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? കാരണം ഡെബ്യൂ ആദ്യമായിട്ടാണ് ആ ഒരു ഡയറക്ടർ ചെയ്യുന്നത്. നല്ലതായിരുന്നു. രണ്ടാം പവന്മാരല്ലേ അവർ നൈസല്ലേ, അടിപൊളി. അവര് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നതിൽ രസമായിരുന്നു. പക്ഷെ അവര് ആ ഫസ്റ്റ് ഹാഫ് മാത്രമായിരുന്നു. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ നമ്മൾ നോക്കുന്നത് അതാരാന്ന് പോലും എനിക്ക് അറിഞ്ഞു. പുറത്തോറല്ലേ. ഓഹോ എനിക്ക് അവരെ ഒന്നും അറിഞ്ഞൂടാ. എന്തിനാ സിനിമയ്ക്ക് പോകുന്ന? സിനിമ കാണാൻ. സിനിമ കണ്ടാ തിരിച്ചു വന്നാ പോരെ. നല്ല പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ സംസാരിച്ച ഞാൻ ചിലപ്പോ അതിന്റെ സസ്പെൻസ് എല്ലാം വിളിച്ചു പറയും. അത് പറയും. സൗബിന് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അല്ലെങ്കിൽ സൗബിന് ഭയങ്കര ഇഷ്ടം. അമ്പിളി തൊട്ടേ. നായകനല്ലേ സൗബിൻ? നായകനല്ലേ സൗബിൻ? ഇൻസ്പെക്ടർ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് സൗബിനെയാ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇൻസ്പെക്ടർ ചുമ്മാ നടന്ന് ഭ്രാന്ത് കാണിക്കുന്നോണ്ട് ഓവർ സ്മാർട്ട്നെസ്സും അല്ല, അതല്ലേ അവർ ഉദ്ദേശിച്ചേ. അപ്പൊ അത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സൗബിനെ ഇഷ്ടപ്പെട്ടത്. സൗബിന്റെ ക്യാരക്ടറും പിന്നെ സൗബിൻ ആ കാലെങ്ങനെ വെച്ചിട്ട് നടക്കുന്നില്ലേ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഒരു മീൻസ് വൈകല്യം ഉള്ളവരെ പോലെ ആയിരിക്കത്തില്ലല്ലോ. വൈകല്യം ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. സിനിമയുടെ ഫുൾ ഭാഗത്തും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ എനിക്ക് ആ പെണ്ണെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെമ്പൻ വിനോദ് സുനിൽ. സിനിമയുടെ പേര് പറ, ഒറിജിനൽ പേര് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അടിപൊളിയായിരുന്നു. ഇനി ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ സിനിമയെ കുറിച്ച് പറയും. ഞാൻ സിനിമയെ കുറിച്ച് പറഞ്ഞ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന ആൾക്കാർ എന്നെ തെറി പറയും. അറിയാലോ നിനക്ക്. വെറുതെ സിനിമയെ കുറിച്ച്. പക്ഷെ നല്ല സിനിമ, എല്ലാവരും പോയി കാണണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് വരെ കണ്ടതിൽ മലയാളം സിനിമയിൽ കിഷ്കിന്ദ കാണ്ഡം അതൊക്കെ ഇഷ്ടപ്പെട്ടു. മറ്റേ
അയ്യോടാ ഞാൻ ആ പുള്ളിക്കാരന്റെ അടുത്ത് കിഷ്കിന്താകാന്ഡം എന്നല്ല പറയാൻ വന്നേ, സൂക്ഷ്മദർശിനിന്നാ. നന്നായി. ഞാൻ സൂക്ഷ്മദർശിനി ഉദ്ദേശിച്ച് ഇപ്പഴാ ഓർക്കുന്നത്. കുഴപ്പമില്ല, ഇനി ചേട്ടൻ രണ്ടാമത് വീഡിയോ അയച്ചു കൊടുക്കാം. വേണ്ട, ഇനി ചേട്ടനെ ഒന്ന് അയച്ചു കൊടുക്കണ്ട. എനിക്ക് അതോടെ തൃപ്തിയായി. പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് മാറിപ്പോ എല്ലാത്തിനകത്ത് ഇഷ്യൂ സൂയും മായി ഇന്നൊക്കെ വരുന്നുണ്ട്. സത്യം ഞാൻ സൂക്ഷ്മദർശിനി ഉദ്ദേശിച്ച് കിഷ്കിത. അപ്പൊ പുള്ളിക്കാരനും അതിനകത്ത് അയാളുടെ സസ്പെൻസ് എന്തോന്നറിയാം. ഞാൻ പറഞ്ഞു ഇതിൽ രണ്ടിലും ഒരേപോലെ ഈ ടക്ക് ടക്ക് എന്നുള്ള സീൻസ് കാണിക്കുന്നില്ലേ, മീൻസ് നമ്മളെ ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ, നമ്മളൊന്ന് ഞെട്ടുന്ന രീതിയിൽ കുറെ സീൻസ് കാണിക്കുന്നില്ല. ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് ഇറങ്ങി വരുന്നത്, ഒരാൾ അങ്ങനെ ഒന്നും ഹൊററിനകത്തല്ലാതെ അങ്ങനെ ഇങ്ങനെ പൊതുവെ കാണിക്കാറില്ലല്ലോ സിനിമയിൽ. അപ്പൊ കിഷ്കിന്താകാന്ഡത്തിൽ അങ്ങനത്തെ സീൻ ഉണ്ടായിരുന്നു. കിഷ്കിന്താകാന്ഡത്തിലല്ല, സൂക്ഷ്മദർശിനിയില്. ശ്രദ്ധിച്ചില്ലേ? ഞാനൊക്കെ പേടിച്ചിട്ട് അവസാനം അമ്മൂമ്മയെ കാണിച്ചു കഴിഞ്ഞപ്പോ ചെവിയും പൊത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് പേടിച്ചായിരുന്നു. അതേപോലെ സീൻ ഇതിനകത്തും ഇല്ലേ, ടക്കുന്ന് ഇങ്ങനെ ആൾക്കാർ വരുന്ന അതാ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോ മാറിപ്പോയി. എല്ലാ ഇക്ഷ ഒക്കെ വരുന്നോണ്ട് തിരിഞ്ഞു പോന്നു. സൂക്ഷ്മദർശിനി ഉദ്ദേശിച്ച ആ പുള്ളിക്കാരൻ എന്തെങ്കിലും വിചാരിച്ചിട്ടെ എന്തുവാ ഞാൻ പാവൂല്ലേ. എത്ര കൊടുക്കുന്നില്ല? 10 എത്ര കൊടുക്കാൻ പറ്റും റേറ്റിംഗ്? 10 7 കൊടുക്കാം. എത്ര 7 കൊടുക്കാൻ പറ്റില്ല? 7 7:45 കൊടുക്കും. ശരി. ഓക്കെ ഓക്കെ. 8 കൊടുക്കാം. പിന്നെ പുള്ളിക്കാരൻ വേണ്ട, അതൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ തുടക്കത്തില് പറഞ്ഞില്ലേ, തുടക്കത്തിലല്ല ഇന്റർവെല്ലിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു എനിക്ക് തെറ്റിപ്പോയി ഞാൻ ശശിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആരെങ്കിലും അറിയണ്ടേ, ആരോടെങ്കിലും പറയണ്ടേ. എന്തുവാ കഴിവുണ്ട് കേട്ടോ. സിനിമയുടെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ആ സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു തരും. ഭയങ്കര ഈ ഇടയ്ക്ക് ഒരെണ്ണം പൊട്ടി പാളിപ്പോയില്ലായിരുന്നു. അത് പാളും പൊട്ടും എന്ന് വെച്ചാൽ നമ്മളത് അത് കിഷ്കിന്താകാന്ഡത്തിന്റെ സൂക്ഷ്മദർശിനിയുടെ വലിയ കാര്യത്തിൽ ഞാൻ അറിഞ്ഞു ആ മുമ്മയായിരിക്കും. അത് ഒരു പക്ഷെ എനിക്ക് ആ സീനിൽ എത്തിയപ്പോ മനസ്സിലായി, ഫോൺ കൊടുക്കാന്ന് പറഞ്ഞ ബേസിൽ ഫോൺ കൊടുക്കുമ്പോൾ ആരായിട്ട് ഫോൺ കൊടുക്കുമ്പോൾ എനിക്ക് അത് ആ ഫോൺ കൊടുക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിലായി അവരായിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അതുവരെ അപ്പൊ എല്ലാവരും സിനിമ കാണുക. അപ്പൊ എല്ലാരും സിനിമ പോയി കാണുക.